നമസ്കാരം. ഇന്ന് കുറേ ദിവസമായിട്ടാണ് എനിക്ക് ഒരു ടോപ്പിക്ക് ചെയ്യാൻ തോന്നിയത്. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് പേര് നന്ദിയില്ലാത്തവരായിട്ടും അതുപോലെ തന്നെ തെറ്റിദ്ധാരണ കാരണം നമ്മളവരെ ഒത്തിരി 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 വേദനിപ്പിക്കാറുണ്ടല്ലേ. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനേ തോന്നത്തുള്ളൂ. ചില മാറി നിൽപ്പ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സ്വീകരിക്കണം. ആർക്കും ഒരു ഉപദ്രവം വരാത്ത വിധത്തിൽ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അതുപോലെ തന്നെ ആ റൈറ്റ് സെൻസിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ. കാരണം ആരെയും ബോധിപ്പിക്കാൻ പറ്റില്ല. മാക്സിമം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ തന്നെയാണ് തെറ്റുകാരി എന്ന് പറഞ്ഞ് ആ തെറ്റിലേക്ക് നയിക്കപ്പെടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആരാണ് സന്തോഷിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. ഒത്തിരി വിഷമമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നെക്കാട്ടിലും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള, ജീവിതത്തിൽ ഒത്തിരി അനുഭവം കൈവരിച്ച് നല്ല രീതിയിൽ ഒരുപാട് പേര് സ്ക്രാച്ചിൽ നിന്നും മേളിലേക്ക് ഉയർത്തിയ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളുണ്ട്. ഇന്ന് ആ വ്യക്തികൾക്ക് പോലും അവരുടെ അഭിരുചി അനുസരിച്ച് അവർ പഠിച്ച മേഖലയിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എല്ലാം ദാനമാണെന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുമ്പോൾ ഒന്നും തന്നെ പറയാനില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ഒന്നും പറയാനില്ല. കാരണം ആ വ്യക്തികളിലൂടെ തെറ്റ് പറ്റുന്നത് മനുഷ്യ സ്വാഭാവികമാണ്. പക്ഷെ അത് ക്ഷമിക്കുന്നത് ദൈവത്തെ പോലെ അറിഞ്ഞിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ പറ്റൂ. എല്ലാം ദാനം ആണ് എന്നും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. ശരിയാണ്, നമ്മൾ ഈ ജീവിതത്തിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ആദ്യമേ തന്നെ ഫോം ആവുമ്പോൾ അതും ഒരു ദാനമാണ്, ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. അപ്പോൾ എന്നും അവിടെ തന്നെ ആ അമ്മയോടൊപ്പം അല്ലെങ്കിൽ ആ അച്ഛനോടൊപ്പം നമുക്ക് ചിലപ്പം ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയാൽ അതെന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം മൂലമായിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് കാണുന്നത് എന്താണെന്നാണ്, ഇതേ മാതാപിതാക്കൾ, ഇതേ അച്ഛന്മാരും അമ്മമാരും മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ പേര്, സ്വന്തം രക്തം ബന്ധം പോലും വരാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അവർ ശരിക്കും തെറ്റ് ചെയ്തിട്ടാണോ അങ്ങനെ വരുന്നത്? പൂർവികരുടെ ശാപം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എപ്പോഴും പ്രസക്തിയില്ല. അതിനകത്ത് എപ്പോഴും അത് ചിലപ്പോൾ തെറ്റിദ്ധാരണ മൂലമായിരിക്കും, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം മൂലമായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ ഒരുപാട് ബോധിപ്പിച്ച് ജീവിച്ചാൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അവസാനം ഒരു വിഭ്രാന്തിയോ അല്ലെങ്കിൽ ഒരു സംഘർഷം മൂലം ആരും നമ്മളെ കൈപിടിച്ചുയർത്തുന്നു, അത് പ്രോപ്പറായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള ആത്മാർത്ഥതയുള്ളവരായിരിക്കണം എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മൂലം നമുക്ക് വളരാൻ പറ്റുമോ, ആ വളർച്ചയിൽ അവർക്ക് ഉപകരിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് മാത്രം ചിന്തിച്ചാൽ മതി. തടസ്സങ്ങൾ നേരിട്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു നീതി നഷ്ടപ്പെടാതെയും അവരുടെ ഉള്ളിലുള്ള നന്മ നഷ്ടപ്പെടാതെയും കാത്തു സൂക്ഷിക്കാൻ നമ്മൾക്ക് ദൈവത്തിൻ്റെ കരുണയിൽ മുമ്പ് നമുക്ക് യാചിക്കാനേ പറ്റും. അല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും
തീർച്ചയായിട്ടും ആരാണ് നമ്മൾക്ക് ഉപകരിക്കപ്പെടുന്നത് മനസ്സിലാക്കി, അതായത് ഈ വ്യക്തിക്ക് എൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ, അത് ഒരു ക്യാരക്ടർ കുത്തി നോവിപ്പിച്ചിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നും സൈലൻ്റായിട്ട് മാറുന്നവർ ഏറ്റവും നല്ല ആൾക്കാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവർ വോക്ക് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല ആൾക്കാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. വീണ്ടും വീണ്ടും തെറ്റിദ്ധാരണ മൂലം, തടസ്സങ്ങൾ മൂലം, നമ്മൾ പറയുമല്ലോ ഒരു ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടേണ്ടത്. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. അത് മേളിലോട്ട് പോകുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് എപ്പോൾ വേണമെങ്കിലും കൊളാപ്സ് ആവാം. പക്ഷേ ഫൗണ്ടേഷൻ, അതിൻ്റെ കെട്ടുറപ്പ് എല്ലാം, അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ്, അതിൻ്റെ ആ ഒരു എസെൻഷ്യലായിട്ടുള്ള ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര വേണമെങ്കിലും മേളിലോട്ട് കെട്ടി ഉയർത്താം. പക്ഷേ എന്നും ഒരേ തോട്ടായിരിക്കണം. ആരെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിച്ച് ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അവരാരാണെന്നുള്ളത് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരുമ്പോൾ പുരുഷന്മാർ സ്ട്രെങ്ത്ത് ആവരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. പുരുഷ ശാക്തീകരണവും സ്ത്രീ ശാക്തീകരണവും എല്ലാം അനിവാര്യം തന്നെയാണ്. കാരണം എത്രയൊക്കെ ആയിരുന്നാലും, നമ്മളിനി എത്ര തലകുത്തി നിന്നാലും, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇനി പറഞ്ഞാൽ പോലും ഇക്വാളിറ്റി ഈസ് ഗുഡ്. ബട്ട് നമ്മൾ ആരെയാണ് എതിർക്കുന്നതെന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യണം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു സിസ്റ്റം, ഞാൻ തീർച്ചയായിട്ടും മലങ്കര സഭയിൽ പുരുഷന്മാർക്കാണ് ആദ്യമേ മുൻഗണന കൊടുക്കുന്നത്. കൂദാശകളിലായാലും അത് ഏറ്റവും നല്ലൊരു സിസ്റ്റമാണ്. ഏറ്റവും നല്ലൊരു സിസ്റ്റമാണ്. കാരണം ഞാനത് അതിൻ്റെ ആ ഒരു റൈറ്റ് സെൻസിൽ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചിലയിടത്ത് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ സൂപ്പർസ്റ്റിഷൻസിലൂടെ ഒരിക്കലും നമുക്ക് ശക്തി കൈവരിക്കാൻ പറ്റില്ല. അത് പ്രൂവൻ ഫാക്റ്റാണ്. ഒരിക്കലും ഒരു അന്ധവിശ്വാസത്തിലൂടെ നമുക്കൊന്നും തന്നെ, അമിതമായ അന്ധവിശ്വാസവും അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ മുതിർന്നവർ പറയുന്നത് നമ്മൾ അത് കേൾക്കേണ്ടതായിട്ടുണ്ട് തന്നെയാണ്. പക്ഷേ അമിതമായ ഒരു അന്ധവിശ്വാസം അതെവിടത്തേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റും. എന്നെ ഇത്രയും ക്ഷമാപൂർവം കേട്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ന് എനിക്ക് ഈ ടോപ്പിക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും നല്ലതുപോലെ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതാർക്കും ദോഷകരമായിട്ട് പകർക്കാൻ ആവാത്ത വിധത്തിൽ നല്ല രീതിയിൽ ഒരു എൻറിച്ച്മെൻറ്റ്, ഒരു എൻഹാൻസ്മെൻറ്റ്, അതല്ലെങ്കിൽ ഒരു അപ്സ്കെയിലിംഗ് വിത്തൗട്ട് മൈൻഡ് ഡൗൺ ട്രോഡനിങ്, അതേ എനിക്ക് പറയാൻ പറ്റും. നല്ലൊരു ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം.